ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു റൈഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കവലയൂർ ആണിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ടെന്നറിഞ്ഞ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. പക്ഷെ വിചാരിച്ച അത്ര ഇല്ല, ചെറുതാണ്. ഞാൻ മാത്രമല്ല, മോനും കൂടെ ഉണ്ട്. കുളിപ്പിച്ച് ഒരു പക്ഷേ നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നാണ്. ഇപ്പം മഴ ഇന്ന് പെയ്തിട്ടില്ല, ഇന്ന് പകൽ പെയ്തിട്ടില്ല, രാവിലെ മാത്രമേ മഴ ഉള്ളായിരുന്നു. ഇനി അടുത്ത മഴയ്ക്കുള്ള കോളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം വെള്ളപ്പൊക്കമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇവിടെയൊക്കെ വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വേണം. അവൻ കുളിച്ച് ബാക്കെല്ലാം കുളമായിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും അവൻ്റെ അമ്മേനെ ഒന്ന് കേൾക്കും അവന്. ഇവിടെയാണ് വെള്ളക്കെട്ട്. ആ കാറ് സ്പീഡ് കുറച്ചില്ലെങ്കിൽ നമ്മളിന്ന് കുളിക്കും. മോനസേ, നീ ആ സൈഡിൽ കൂടെയാണ് പോയത് കേട്ടാ, കുഴി വീണനാ. വെള്ളത്തിൽ ചെന്ന് സ്പീഡിന് ഇറങ്ങരുത്, വണ്ടിയുടെ ബാലൻസ് തെറ്റും കേട്ടാ. കുളിച്ചിട്ടുണ്ട്. വണ്ടി ഇടിക്കല്ലേ, ഡോറ് തുറക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഡോറിൻ്റെ അടുത്തൂടെ പോകരുത്. കാലാവസ്ഥ പ്രവചനം മൊത്തത്തിൽ തെറ്റാണ്. ഇന്ന് മഴ കാണത്തില്ല, പൊന്മുടി അടച്ച പൊന്മുടി തുറന്നു, അങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇന്ന് പൊന്മുടി സൈക്ലോട്രിയൻസ് പൊന്മുടി പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഇന്ന് തന്നെ പൊന്മുടി അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കാലവർഷമല്ല, കാലവർഷം ഇനി വരെയുള്ളൂ എന്നാണ് പറയുന്നത്. കാലവർഷം വരുവാണെങ്കിൽ എന്തായാലും കേരളത്തിൽ നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവും, വെള്ളപ്പൊക്കം എല്ലാം ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം തന്നെ ഈ ഒരാഴ്ചത്തെ മഴയിൽ തന്നെ എല്ലാ കിണറുകളും നിറഞ്ഞു, എല്ലായിടത്തും വെള്ളപ്പൊക്കം തുടങ്ങി ഓൾറെഡി. റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ബോട്ടം ബ്രാക്കറ്റിലും ഹബിലും എല്ലാം വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ സീറ്റ് പോസ്റ്റിൻ്റെ അടിയിലൊക്കെ മണ്ണ് കയറി വെള്ളം കയറാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം റൈഡിന് ഇറങ്ങിയാൽ വീട്ടിൽ ചെല്ലുമ്പോൾ വണ്ടി കഴുകി വൃത്തിയാക്കി പറ്റിയാൽ എടുത്ത് തലവത്തനെ വെച്ചൊക്കെ ഒന്ന് കുടഞ്ഞ് ബോട്ടം ബ്രാക്കറ്റിലൊക്കെ ഉള്ള വെള്ളം മാറ്റാൻ നോക്കണം. എന്നിരുന്നാലും ഗ്രീസെല്ലാം ബോട്ടം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ഗ്രീസെല്ലാം നഷ്ടപ്പെടാനും ബോട്ടം ബ്രാക്കറ്റ് പോകാനും ഒക്കെ നല്ല ചാൻസ് ഉള്ള സമയമാണ്. ഇതിനൊക്കെ നല്ല ചാകര സമയമാണ്. എല്ലാ വണ്ടികളും, ഒട്ടുമിക്ക ആൾക്കാരും റൈഡ് നിർത്തി. മഴയത്ത് റൈഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, മഴയത്ത് റൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ മഴയത്ത് റൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ബോട്ടം ബ്രാക്കറ്റൊക്കെ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അത് കൊണ്ടുപോയി സർവീസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കണം. പിന്നെ ലൂബ് എടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക്കാണ് മഴയത്ത്. നാശം കൂടെ പിടിക്കുന്നുണ്ട്, മഴ വരുന്നുണ്ട്. ഇന്ന് രാത്രി തകർക്കും. ഇവിടെ ഡൗൺ ഹില്ലാണ്. ഡൗൺ ഹില്ലിൻ്റെ അവിടെ ബൈപ്പാസ് പണി നടക്കുമായിരുന്നു. അവിടെ ഒരു തോടുണ്ടായിരുന്നു, ആ തോടിന് കുറുകെയാണ് ബൈപ്പാസ് പോയത്. അപ്പോൾ അവർ തൽക്കാലം സെറ്റപ്പിന് എന്തൊക്കെ ചെയ്ത് വെച്ചിരുന്നു. മഴക്കാലം വന്നപ്പോൾ അതെല്ലാം പോയി. റോഡ് മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയി. വെള്ളം ഇവിടെ അത്രയും വെള്ളം നല്ല രീതിയിൽ പൊങ്ങി കിടക്കുകയാണ്.
നീ പതുക്കെ വന്നൂടെ? ബ്രേക്കുണ്ടാ? ഞാൻ സ്പീഡിനിങ്ങി വന്ന് നോക്കിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനും കൂടെ നിൽക്കുന്നു. ഇവിടെയൊക്കെ കെട്ടി കേട്ടാ, വെള്ളം ഇടിഞ്ഞു പോയെന്ന് തോന്നുന്നു കുറച്ചും കൂടെ. എൻ്റെ സൈക്കിള് കുളമാവും. പിന്നെ തിരിച്ചു പോകുമ്പോൾ ആശ്വാസം അവിടെ ഇട്ട് കഴുകാം. ഇവിടെയൊക്കെ ഡേഞ്ചർ സൈനൊക്കെ വെച്ച് കേട്ടാ, വണ്ടി ഒന്നും ഇറങ്ങി പോകാതിരിക്കാനാണ്. ഞാൻ മിക്കവാറും ഇപ്പോൾ ഇവിടെ കിടക്കും. നല്ല ചെളിയാണ്. വെള്ളം കാണാറ്. വെള്ളം കുറഞ്ഞ കേട്ടോ ഇപ്പോൾ നേരത്തെ. ഇവിടെ സൈക്കിൾ ഓടിച്ചാണ് വെള്ളം കുറഞ്ഞു ഒരുപാട്. ഇപ്പം അടുത്ത മഴയിൽ ഇനി കയറും. ഇവിടെ സ്റ്റാൻഡേർഡ് ചെയ്യും. ആൾക്കാരൊക്കെ വലയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. വലിയ ആഴമില്ല കേട്ടാ, വെള്ളം കുറഞ്ഞു. നേരത്തെ ഒരുപാട് കുറഞ്ഞു. ഒരു മീനും കിട്ടിയില്ല. ഒരാഴ്ചയായിരിക്കും മാക്സിമം, അതിനകം ഇത് പോകും. മഴ തുടരുകയാണെങ്കിൽ ഈ റോഡ് പോകും മൊത്തത്തിൽ. സാധനം ചെയ്തത് നല്ല കാര്യം, ഒരു ഫെൻസിങ് വെച്ചത് നല്ല കാര്യം. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി ആരെങ്കിലും വന്ന് വീണ്ടും പോവാനെ ഇവിടെ നിന്ന്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നടാ റൈഡ്? ഒന്നും പറയാല്ലേ? ഭയങ്കര കയറ്റോ? ഉച്ചയ്ക്ക് വന്ന് ഭയങ്കര ചെളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഉച്ചക്കലത്തെ അത്ര ഇല്ല, വലിയ ആഴവും ഇല്ല കേട്ടോ. ബൈപ്പാസിന് വേണ്ടി റോഡെല്ലാം റെഡിയാക്കി വെച്ചിരുന്നതാണ്. ബൈപ്പാസൊക്കെ ഇനി ഒന്നുകൂടെ ലെവൽ ചെയ്യേണ്ടി വരും. ഒരു 10-20 ലോഡ് മണ്ണെങ്കിലും വലിച്ചു പോയി കാണും. ഗൈസ്, ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നു പോകണ MLA പാലം റോഡാണ്. അപ്പോൾ അവിടെ പ്രശ്നമെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ആണെങ്കിലും മെറ്റൽ അത്രയും മഴയെ തൊലിച്ച് വന്ന് കിടപ്പുണ്ട്. ചവിട്ടിപ്പോയാൽ പണി കിട്ടും. അതുകൊണ്ട് അവൻ ചെരുപ്പിട്ടത് കൊണ്ട് അവനെ നടത്തി വിടുകയാണ്. ഞാൻ ഷൂ ആണ്, ഇത് ഫുള്ള് നനയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ MTVയിൽ അപ്പുറത്ത് പോയിട്ട് അതെടുക്കാം. MTVയിലെ ഒരു ഉപയോഗങ്ങളെ ഫുള്ള് മണ്ണാണ്. ഇതൊന്ന് റെഡിയാക്കി എടുക്കാം മഴയത്ത്. ഫുള്ള് സർവീസ് ചെയ്യാം. എന്നാ നിനക്ക് ആഗ്രഹമെങ്കിൽ നീ ചവിട്ടിക്കോ, അതെങ്കിതാ പോയി ചവിട്ടിക്കോ. അവനിവിടെ വണ്ടി നോക്കി ചവിട്ടാണേ. അവനാഗ്രഹം ഇവിടെ ചവിട്ടണമെന്ന്. ഇവിടെ എല്ലാം മണ്ണെടുത്തുണ്ട് പോകും, മണ്ണെല്ലാം വെള്ളം എടുത്തുണ്ട് പോകും. ഇവിടെ നല്ല കുഴിയാണ്, നരകയിൽ നിന്ന് ഇറങ്ങാൻ താമസിക്കും. അപ്പോൾ ഇനി ഒരു നല്ലൊരു കയറ്റമുണ്ട്. ആ കയറ്റം കൂടെ കഴിഞ്ഞാൽ നമ്മളെ വീടെത്തി. അപ്പോൾ ഒരു കുഞ്ഞു റൈഡായിരുന്നു മഴയത്തുള്ള. വണ്ടിയെല്ലാം വെള്ളത്തിൽ ഇറക്കിയപ്പോൾ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം. അപ്പോൾ പുതിയ റൈഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ആശാനും വരുന്നുണ്ട്. കയറ്റം കയറിയപ്പോൾ വലിയ കയറ്റമൊന്നും വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പുതിയ റൈഡ് വിശേഷങ്ങളുമായി കാണുന്നത്. ബൈ ബൈ.